ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഇന്നൊരു വ്ളോഗാണേ. അപ്പോൾ ഇതിൽ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പ്ലാന്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. ഞാനും ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ 2 ടൈപ്പ് ആന്തൂറിയുണ്ട്, വൈറ്റും പിന്നെ ഒരു പിങ്കും. അപ്പോൾ ഇത് പൂവിട്ടിട്ടിപ്പോൾ ഏകദേശം 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. ഈ പൂമ്മലൊക്കെ ഒരു കളർ വന്നിട്ട് ഇങ്ങനെ കളറൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ താഴ്ത്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അത്രേ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. മുന്നത്തെ വ്ളോഗിൽ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ പേരെന്താണെന്നുള്ളത്. അയാസ് ദാരി എന്നാണ് പേര്, ദാദു എന്നാണ് കേട്ടോ വിളിക്കുക. ലീഫുമ്മലൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മിനിയേച്ചർ ആന്തൂറിയാണ്. ഇത് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിൾ മേലാണ് കേട്ടോ വെക്കാറ്. ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ മാർബിൾ കേക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. മാർബിൾ കേക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണേ ഉള്ളൂ കേട്ടോ. ഒരു ബൗളിലേക്ക് 3 എഗ്ഗും 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്തെടുക്കണ്ട, ഒന്ന് മിക്സ് ആയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു വിസ്കോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതിൽ കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാം.
ഡാർക്ക് കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും കളർ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഡാർക്കേ ആയിട്ടുള്ളൂ. എനിക്കിതിൽ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്നതും പിന്നെ അതായിട്ടൊരു ഫ്ലേവർ ഉണ്ടാക്കുന്നതൊക്കെ. $180°C 35 മിനിറ്റ് വരെയൊക്കെ വെച്ചെടുക്കേണ്ടി വരും. കേക്ക് റെഡി ആയിട്ടുണ്ട്. $180°C 35 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. കേക്ക് എപ്പോഴും പിറ്റേ ദിവസത്തിനാണല്ലേ ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് പീസ് നാളേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ സ്നാക്സിന് സമൂസ ആയിരുന്നു. അത് ഫോൾഡ് ചെയ്തത് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ഈവനിങ്ങിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.